ഹലോ നമസ്കാരം. റിവിറ്റ് ആർക്കിൻ്റെ ഒരു പുതിയ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ID ഡ്രോയിങ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈൻ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതുപോലെ ടേബിളൊക്കെ എങ്ങനെ ഉണ്ടാക്കാം, ഇതൊക്കെ സോഫ സെറ്റ് എങ്ങനെ ഉണ്ടാക്കാം, ഇതിനൊക്കെ നല്ലത് ഓൾറെഡി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. കൂടുതൽ ഇതിന് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ 1 മിനിറ്റ് കൊണ്ടും 5 മിനിറ്റ് കൊണ്ടൊക്കെ പിന്നെ ഫാമിലി ക്രിയേഷൻ വിൻഡോയും ഡോറൊക്കെ ഉണ്ടാക്കി കാണിക്കാൻ പറ്റും. ടേബിള് മോഡലും എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല. ഓൾറെഡി അതിൻ്റെ ആക്ടിവിറ്റി കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. സാധാരണ ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന കാര്യങ്ങൾ റിവിറ്റിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഫാമിലി ക്രിയേഷൻ ഉണ്ടാക്കാൻ അറിയാമെന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് പഠിച്ചു വെക്കുക. വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിനു മുമ്പേ ഇങ്ങനത്തെ കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു റൂമിൻ്റെ പല പല വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ആദ്യം ഫാമിലി, ഫയൽ, ന്യൂ, ഫാമിലി, ഇംഗ്ലീഷ്, മെട്രിക്, ഫർണിച്ചർ എടുക്കുക. അല്ലെങ്കിൽ ഇതെടുത്താലും മതി. ജനറിക് മോഡൽ ഫർണിച്ചർ എടുക്കാം. ഫർണിച്ചർ കാറ്റഗറി തന്നെ പെടും. ഓക്കെ, ഓക്കെ. എന്നിട്ട് RP എന്നിട്ട് ഡയമെൻഷൻ കൊടുക്കാം. ഡയമെൻഷനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് പാരാമീറ്റർ കൊടുക്കുക. വിത്ത് ടൈപ്പ് കണ്ടന്റ് കൊടുത്താൽ മതി. ഇൻസ്റ്റാൻസ് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ പാരാമീറ്റർ കൊടുക്കുക. ഡെപ്ത്, ഹൈറ്റും ഫ്രണ്ട് വ്യൂ വരിക. RP ഡയമെൻഷൻ ഡയമെൻഷൻ കൊടുത്തിട്ട് പാരാമീറ്റർ കൊടുത്താൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്മോളോ ബിഗ് ആക്കാൻ പറ്റും. ടേബിൾ ഹൈറ്റ്, ഏജ് കൊടുത്ത കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഫാമിലി ടൈപ്സിന് ഓക്കെ, ഹൈറ്റ് 500, വിത്ത് 800, ഡെപ്ത് 400. നമ്മൾ മക്കളെ ഓൾറെഡി അവിടെ മാറി. പ്ലാൻ വ്യൂ അത് അവിടെ മാറി. നമുക്ക് ടേബിൾ വയ്ക്കാം. ക്രിയേറ്റ് എക്സ്റ്റൻഷൻ എടുത്തു. എന്നിട്ട് റെക്ടാങ്കിൾ, എന്നിട്ട് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്താൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്നിട്ട് ഓക്കെ അടിക്കുക. എന്നിട്ട് ഫ്രണ്ട് വ്യൂ ഇവിടെ ഇതിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ലോക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് 3D വ്യൂ വയ്ക്കുക. ഇതിൻ്റെ മെറ്റീരിയൽ മാറ്റുക. ടേബിൾ, റെൻഡർ ചെയ്യുമ്പോൾ ഇതാണ് കാണുന്നത്. അല്ലാതെ റെൻഡർ ചെയ്യാത്ത സമയത്ത് ഈ കളർ കിട്ടും. കളർ വന്ന് അറിയാൻ വേണ്ടി ഇതിൽ ക്ലിക്ക് ചെയ്താൽ സോളിഡ്. ഇതിൽ നമുക്ക് ടേബിളിൻ്റെ രീതിയിൽ ആക്കിയെടുക്കാം. അതിനുവേണ്ടി ഫ്രണ്ട് വ്യൂ വരിക. ക്രിയേറ്റ് വൈഡ് ഫോം എടുക്കുക. എന്നിട്ട് വൈഡ് എക്സ്പ്രഷൻ
ഓഫ്സെറ്റ് 60, സ്പേസ് ബാർ അടിക്കുക, അന്നേരം ഇൻസൈഡിലോട്ട് വരും. എന്നിട്ട് ഈ സൈഡ് ഓക്കെ, എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ വരിക, അവിടെ അതുപോലെ തന്നെ കട്ട് ചെയ്യുക, ക്രിയേറ്റ് 60 ഓഫ്സെറ്റ് പാനലിൽ വരിക, ഓക്കെ അടിക്കുക, എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. ടേബിളിൻ്റെ ഇപ്പോഴും വരെ വരണം. എന്നിട്ട് 3D വരുന്ന നോക്കുക, ഓൾറെഡി കട്ടായി. ഓക്കെ, ഇങ്ങനെയാണ് ടേബിൾ റെഡിയാക്കുന്നത്. നമുക്കിതിനെ അറ്റാച്ച് ചെയ്യാം, നമുക്ക് പ്രൊജക്റ്റിലോട്ട് അറ്റാച്ച് ചെയ്യാം. ഫാമിലി 3. ഓക്കെ, ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, 3D വരിക, ഓക്കെ, നമുക്കിതിനെ കോപ്പി ചെയ്ത് സൈസ് കൂട്ടാം. എൻ്റെ ഇവിടെ ഹൈറ്റ് 750, ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കോപ്പി, പിന്നെ ഇതിന് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പാരാമീറ്റർ ഡയമെൻഷൻ കൊടുത്ത് റെഡിയാക്കിയത്. ഓക്കെ, ഇതുണ്ട് ഇവിടെ ഇത് കട്ട് ചെയ്ത് മാറിയിട്ടില്ല. നമുക്കത് ഒന്നുകൂടെ എഡിറ്റ് ഫാമിലി പോവാം, പ്ലാൻ വ്യൂ വരിക, എന്നിട്ട് ഓക്കെ, ഓക്കെ, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാൻ പറ്റും. ഓക്കെ, ഫാമിലി വന്നിട്ട് എഡിറ്റ് ഫാമിലി, ഓക്കെ, ഓക്കെ, ഇങ്ങനെയാണ് ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഒരു ടേബിളിൻ്റെ ആവശ്യമുള്ളൂ, വെറുതെ ഇങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡയമെൻഷൻ കൊടുത്ത് പാരാമീറ്റർ കൊടുത്ത് ഇത് വരിക, എന്നിട്ട് പാരാമീറ്റർ ടൈപ്പ്. ഓക്കെ, ഇത് കട്ട് ചെയ്താൽ നമുക്ക് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഫാമിലിയിൽ ടേബിൾ റെഡിയാക്കുന്നത്. ഡോറും കാര്യങ്ങളും വിൻഡോ ഒക്കെ ഫാമിലിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനു മുമ്പേ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാൻഡ് റെയിൽ, വാൾ മൗണ്ട് ഹാൻഡ് റെയിൽ ഇങ്ങനെ
ഫാമിലി ഉണ്ടാക്കി അറ്റാച്ച് ചെയ്തായിരുന്നു. ഓക്കെ, ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, താങ്ക് യു.